കിടക്കണ ഒരു വെള്ള കളർ ഡിഫൻഡർ കിടു വണ്ടി. ഡോമിന്റെ ഡോഡ്ജ് ചാർജർ ഉണ്ട്, സ്കൈലൈൻ GTR ഹലോ കിടപ്പുണ്ട്. ഗായ്സ്, ഞാൻ ഇന്ന് കോട്ടയം വരെ വന്നേക്കാണ്. എന്നാ പിന്നെ കുറച്ച് ഹോട്ട് വീൽസും കൂടി കണ്ടു ചെയ്തേക്കാന്ന് വിചാരിച്ചു. അപ്പോഴേക്കും കുറച്ച് വിശപ്പൊന്നും രാവിലെ കാര്യമായിട്ടൊന്നും കഴിക്കാതെ ഇറങ്ങിയത്. നേരെ നോക്കിയപ്പോ ഇതേ ഇരിക്കണു മക്ഡൊണാൾഡ്സ്. അപ്പൊ കഴിച്ചിട്ട് ഹണ്ട് ചെയ്യാൻ പോവാ എന്തായാലും. അങ്ങനെ നമ്മളെത്തി. ഞാൻ നേരെ വന്നു, ഒരു ബർഗർ ഓർഡർ ചെയ്തു. ആക്ച്വലി ഞാൻ എവിടെയൊക്കെ പോണം ഹണ്ട് ചെയ്യണം എന്ന് ആലോചിച്ചിട്ടില്ല. വിശന്നിരിക്കണോണ്ടേ തലയിലൊക്കെ ഒന്നാട് കേരള. ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് റീലൊക്കെ ഉണ്ടായിരുന്നു, യൂട്യൂബിലും. പക്ഷെ കണ്ടില്ലേ, വിശന്നിരിക്കണോണ്ടൊന്നും ആലോചിക്കാൻ പറ്റുന്നില്ല. ഇനിയിപ്പോ എന്തായാലും കഴിച്ചോണ്ട് അല്ലെങ്കിൽ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം. അപ്പൊ ഗായ്സ്, നമ്മുടെ മീല് വന്നിരിക്കുകയാണ്. ഇനി കഴിച്ചിട്ടാവാം. അങ്ങനെ കഴിച്ചു കഴിഞ്ഞു. ഇനി നേരെ ഹോട്ട് വീൽസ് കണ്ട് ചെയ്യാൻ പോവാം. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാ ദാണ്ട കിടക്കണ ഒരു വെള്ള കളർ ഡിഫൻഡർ കിടു വണ്ടി. ഒന്നും പറയാനില്ല. അപ്പറേ ദേ കിടക്കണം നമ്മുടെ വണ്ടി. ഫസ്റ്റ് സ്പോട്ടായിട്ട് നമ്മൾ എത്തിയേക്കണത് മൈമേലാണ്. പുറത്തുനിന്ന് തന്നെ കുറച്ച് ഹോട്ട് വീൽസ് നോക്കിയിട്ടുണ്ട്. മെയിൻ ലൈൻസ് ഒന്നും അവൈലബിൾ അല്ല, പക്ഷെ മെജോറിറ്റി കുറച്ച് ഫാൻസി പീസസും കുറച്ച് മൂവിങ് പാർട്സും മാത്രമേ ഉള്ളൂ. പിന്നെ വരുന്നത് ജപ്പാൻ ഹിസ്റ്റോറിക്സിന്റെ പ്രീമിയം. ലാസ്റ്റ് ടൈം ഇവിടെ വന്നപ്പോൾ മേടിച്ചൊരു മോഡലാണ് ലംബോർഗിനി ഗല്ലാഡോടെ ഈ ഒരു പീസ്. അതിപ്പോൾ വീട്ടിലിരിപ്പുണ്ട്. വേറെ പുതിയതായിട്ടൊന്നും കഴിഞ്ഞ പ്രാവശ്യത്തെ ഇവിടെ വന്നിട്ടില്ല. വരുമെന്നാണ് ഇനി പറയണത് മെയിൻ ലൈൻസ്. ഇപ്പോൾ വരുമ്പോൾ വരാം. മൈമേലപ്പോൾ മെയിൻ ലൈൻസും കാര്യങ്ങളൊന്നും ഇല്ല, ആകെ പ്രീമിയംസ് ഉള്ളൂ. ഞാൻ ലാസ്റ്റ് ടൈം വന്നപ്പോൾ അതിൽ നിന്ന് ആ ഒരു ഗല്ലാഡോടെ മോഡൽ എടുത്തതാണ്. അപ്പം എന്തായാലും നമുക്ക് അടുത്ത കടയിലേക്ക് പോകാം. അപ്പോൾ അടുത്ത കടയിൽ എത്തുന്നതിന് മുന്നേ നമ്മുടെ പഴയ ഒരു കമ്പനിക്കാരൻ വന്നിട്ടുണ്ട്. ആൾ നമ്മുടെ മുന്നത്തെ കമ്പനിയിലെ സീനിയർ ആയിരുന്നു. അത് നമ്മളൊരു കമ്പനി കയറുമ്പോഴേക്കും ആദ്യമായിട്ട് നല്ല രീതിക്ക് ഹെൽപ്പ് ഔട്ട് ചെയ്യാൻ കൂടെ ഇരുന്ന് പറഞ്ഞുതരും ചെയ്ത ഒരു മഹത് വ്യക്തിയാണ് അനന്തു സാർ. അപ്പോൾ ആള് വരുന്നുണ്ട്. കോട്ടയത്ത് എത്തിയപ്പോഴേക്കും അവനെ കാണാതെ പോകാൻ പറ്റില്ല. അപ്പോൾ ആളുടെ അനന്തു സാർ ഇതേ ബൈക്കിൽ വന്നിരിക്കുകയാണ്. പാർക്ക് ചെയ്യാനുള്ള സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കൂളിംഗ് ഗ്ലാസ് വെക്കുന്ന പോലെ തന്നെ അനന്ത് സാറും എപ്പോഴും കൂളിംഗ് ഗ്ലാസ് വെക്കുന്നതാണ്. ആശാൻ വെക്കുമ്പോൾ ശിഷ്യൻ വെക്കും എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഇല്ല വ്ളോഗല്ല, ഒന്നുമല്ല. അനന്ത് സാർ, നൈസ് ടു മീറ്റ് യു. കൊച്ചും ഭാര്യയൊക്കെ തീർക്കണു. അതെ. അനന്ത് സാറിന് 6 മാസമായ ഒരു കൊച്ചുണ്ട്. അപ്പൊ നമുക്ക് നേരെ കടയിലേക്ക് പോവാം. അടുത്ത നമ്മൾ അനന്ത് കൊണ്ടുവന്നേക്കണത് ബൃന്ദാവൻ ജ്വല്ലറി ഷോപ്പ്. എടാ, ഇവിടെ ഹോട്ട് വീൽസ് ഇട്ടത് ജ്വല്ലറി ഷോപ്പ് അല്ലേ? ഇവിടെ കിട്ടും, നീ വായോ. അപ്പൊ അനന്ത് പറഞ്ഞേക്കാണ് നമുക്ക് എന്തായാലും പോയി നോക്കാം. അവിടെ ഹോട്ട് വീൽസ് ഉണ്ടാവുന്നു, മെയിൻ ലൈൻസ് കാര്യങ്ങളും ഉണ്ടാവുന്നു. ഇപ്പൊ കുറച്ച് ഇവിടെ ഡൈകാസ്റ്റ് കാർസും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. ഇവിടെ ഇപ്പൊ ഹോട്ട് വീൽസും കാര്യങ്ങളും വരുന്നില്ല. മേളിലും കുറച്ച് ഡൈകാസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. നമുക്ക് മേളിൽ കയറി. എനിക്ക് ഹോട്ട് വീൽസ് കിട്ടിയില്ല. ഇവൻ എന്നെ പറഞ്ഞ് പറ്റിച്ചതാണ്. ഇവിടെ വന്നപ്പോ ഇവന്റെ കൊച്ചിന് ടോയ്സ് എടുക്കുന്നത്. എവിടെ നിന്റെ ടോയ്സ്? ഹോട്ട് വീൽസ് കിട്ടിയില്ല, പകരം ഇത് കിട്ടിയിട്ടുണ്ട്. കൊച്ചിന് ടോയ് എടുക്കാൻ വേണ്ടി വിളിച്ചു വരുത്തിയാണ് ഹോട്ട് വീൽസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഇവനെ ആശാനാണ് പോലെ ആശാൻ. അനന്ത് എന്നാലും എന്നോട് ഈ ചെയ്ത് വേണ്ടായിരുന്നടാ. നിന്നോട് വന്നു ചെലവ് 960. നീ നിന്റെ കൊച്ചിന് മേടിച്ചാലേ എനിക്ക് വേണ്ടിയാണോ? അടുത്ത ഷോപ്പ് കാണിച്ചു തരുമോ? നീ വായോ. നമ്മളപ്പോ കാർലാൻഡ് വരെ വന്നേക്കാണ്. അനന്ത് ഇവിടെ ഹോട്ട് വീൽസ് ഉണ്ടാവോ? ഒരു കൊല്ലം മുന്നേ വന്നപ്പോ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ എന്തായാലും ഇവിടെയും കൂടി നോക്കാം. കിട്ടിയില്ല എന്നാണെങ്കിൽ വീട്ടിൽ പോവാ. ഈ ഒരു ലൈനിലാണ് ഞാൻ ഇരിക്കുന്നത്. കാർലാൻഡിന്റെ തൊട്ടപ്പുറത്ത് വരുന്ന അവരൊരു ചെറിയൊരു ആക്സസറി ഷോപ്പാണ്. ഇവിടെയാണ് ഹോട്ട് വീൽസും കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞത്. കേറി നോക്കാൻ കുറച്ച് നേരത്തെ പോയി. ഇന്ന് ഹോട്ട് വീൽസ് വരുമെന്നാ പറഞ്ഞത്, വെള്ളിയാഴ്ച. പക്ഷെ നമ്മൾ വന്നപ്പോഴേക്കും വൈകിട്ട് എത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. CCയുടെ കുറച്ച് മോഡൽസും കാര്യങ്ങളുണ്ട്. എനിക്ക് CCയുടെ മോഡൽസ് അത്യാവശ്യം നല്ല ഇഷ്ടമുള്ളൊരു മോഡൽസാണ്. അത്യാവശ്യം നല്ല ഫിനിഷിങ്ങിലൂടെ വന്നാണ്. പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കമ്പാരിറ്റീവ്ലി. ഒന്ന് നോക്കിയപ്പോഴേക്കും പോസ്റ്റർ കാർസിന്റെ കുറച്ച് മോഡൽസും കാര്യങ്ങളുണ്ട്. അതേപോലെ എന്താ പോർഷെ 918 സ്പൈഡറും ഇരിപ്പുണ്ട്. അതുപോലെ എന്താ ഒരു BMW കാര്യങ്ങളും ഇരിപ്പുണ്ട്. ഇത്രയും കാർസും കാര്യങ്ങളാണ്. ഒന്ന് നോക്കിയപ്പോഴേക്കും ഇവിടെ റേസ്റ്റാറിന്റെ ഒരു ലെഗോയും കാര്യങ്ങളും ഇരിപ്പുണ്ട്, ഒഫീഷ്യൽ ലൈസൻസ്ഡ് ആയിട്ടുള്ളത്. പിന്നെ കുറച്ച് ആക്ഷൻ ഫിഗേഴ്സും കാര്യങ്ങളാണ് ഉള്ളത്. ഡോമിന്റെ ഡോഡ്ജ് ചാർജർ ഉണ്ട്, സ്കൈലൈൻ GTR കിടപ്പുണ്ട്. കുറച്ച് മേളിലേക്ക് വരുവാണെങ്കിൽ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിന്റെ വേറെയും കുറച്ച് മോഡൽസും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഇവിടെ BMWയുടെ മോഡലും കാര്യങ്ങളുണ്ട്, CCയുടെ. അതേപോലെ തന്നെ മെഴ്സിഡസിന്റെ AMG ഉണ്ട്. ബാക്കി ഡൈകാസ്റ്റും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. മെയിൻ ലൈൻസ് ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളെ എത്തും എന്നുള്ള ലൈനിലാണ് പറഞ്ഞത്. എന്തായാലും അനന്തു, രണ്ടാമത്തെ ഷോപ്പ് നീ പറഞ്ഞതിൽ ഹോട്ട് വീൽസും കാര്യങ്ങളുണ്ട്. അതെ. നേരത്തെ പറഞ്ഞത് മാപ്പ് നൽകി. ഷോപ്പ് അനന്ത് ഒരു കൊല്ലം മുന്നേ വന്നപ്പോഴേക്കും അവിടെ ഹോട്ട് വീൽസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ ഹോട്ട് വീൽസും കാര്യങ്ങളും വരുന്നില്ല എന്ന് പറഞ്ഞത്. അവിടെ ഡൈകാസ്റ്റും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ അത്യാവശ്യം CCയുടെ മോഡൽസും കാര്യങ്ങളും ഉണ്ട്. ഇന്നെന്തായാലും നാളെ ഇനി ഉണ്ടാവില്ല, അടുത്ത ആഴ്ച ആയിരിക്കും വരുന്നത്. അപ്പം മെയിൻ ലൈൻസ് ഉണ്ടെങ്കിൽ അടുത്ത ആഴ്ച വന്ന് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം.